എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയുടെ സാമ്പത്തിക നയങ്ങൾ നേരിട്ട് ബാധിക്കാറുള്ളത് സാധാരണക്കാരായ ജനങ്ങളെയാണ്. ഈ സാധാരണക്കാർക്കുള്ള ഒരു മേന്മ എന്താണെന്നാൽ ഇതെന്താ സംഭവം എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയാറില്ല. ഭഗവത്ഗീതയിൽ അവരെ ഇങ്ങനെയാണ് വാഴ്ത്തുന്നത്: കർമ്മണ്യേവാദി കരസ്ഥേ മാ ഫലേഷു കഥാചന. കർമ്മം ചെയ്യലാണ് നിങ്ങളുടെ പണി, ഫലം ഇച്ഛിക്കരുത്. കാലത്ത് വെളിച്ചാവുമ്പോൾ പണിക്കിറങ്ങുന്നു, രാത്രിയിൽ കുതിരയിൽ കയറുന്നു. ഇപ്പോഴത്തെ ഈ ജനാധിപത്യവും മന്ത്രിമൂപ്പരും ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പും അവർ ഗതിയില്ലാത്തവരായിരുന്നു. ഇപ്പോഴും അതങ്ങനെ തന്നെ. ഈ അടുത്ത കാലത്തായി അവർക്ക് മറ്റൊരു മെച്ചം കിട്ടിയിട്ടുണ്ട്. അവരുടെ വോട്ടിന് നല്ല വിലയുണ്ട്. അവർ ഇലക്ഷൻ വരാൻ കാത്തിരിക്കുകയാണ്. കാരണം നമ്മുടെ എംഎംആർ അക്കാലത്താണ് അവർക്ക് പട്ടിണി കിടന്ന് ചാവാതിരിക്കാനുള്ള കുറേ ഫ്രീബികൾ പ്രഖ്യാപിക്കുക. അതവരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് എന്ന് പോലും മനസ്സിലാക്കാനുള്ള കിഡ്നി അവർക്കില്ല. എന്താ കാരണം? അവർ കാലത്ത് വെളിച്ചാവുമ്പോൾ പണിക്കിറങ്ങുന്നു, രാത്രിയിൽ കൂരയിൽ കയറുന്നു. നമ്മളൊരു വടക്കേ ഇന്ത്യൻ സാഹചര്യങ്ങൾ കണക്കിലെടുത്തിട്ട് ഈ സാധാരണക്കാരെ കണക്കൂട്ടിയാൽ മതി. മോദിജി ഓരോ പുതിയ പരിഷ്കാരങ്ങളും ആവിഷ്കരിച്ച് ഈ പാവങ്ങളുടെ നട്ടെല്ലാം ഒടിക്കുമ്പോഴൊക്കെ ഒരു പുഞ്ചിരിയോടെ എല്ലാം നോക്കി കണ്ടിരുന്ന ഒരു ടീമുണ്ട്. അവരാണ് യഥാർത്ഥ തിളങ്ങുന്ന ഇന്ത്യൻസ്. ഇന്ത്യയുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഹിമാലയത്തിൻ്റെ വലിപ്പമുള്ള ഒരു അപ്പം ആണെങ്കിൽ അതിലെ പ്രധാന ഭാഗം കാരി തിന്നാൻ ഭാഗ്യം കിട്ടിയവരാണവർ. അവരാണ് മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത്, അവരാണ് സിനിമയെ നിയന്ത്രിക്കുന്നത്, അവരാണ് സീരിയലുകളെ നിയന്ത്രിക്കുന്നത്, അവരാണ് മതങ്ങളെ നിയന്ത്രിക്കുന്നത്, സാഹിത്യത്തെ നിയന്ത്രിക്കുന്നത്. ഈ പൊളപൊളപ്പുള്ള തിളങ്ങുന്ന ഇന്ത്യക്കാർക്കുള്ള സമ്മാനമാണ് ഇൻഡിഗോ വിമാനം വഴി മോദിജി കഴിഞ്ഞാഴ്ച കൊടുത്തത്. 4300ഓളം വിമാനങ്ങൾ കട്ടപ്പുറത്ത് കിടന്നപ്പോൾ അവരിൽപ്പെട്ട ആയിരങ്ങൾ തേരാപാര വലഞ്ഞു. കോട്ടിട്ടവരും കോട്ടിടാത്തവരും ഇംഗ്ലീഷ് പറയുന്നവരും ഹിന്ദി പറയുന്നവരും എല്ലാവരും പെട്ടു. എന്തു ചെയ്യും? ആരോട് പറയും? എന്തൊക്കെ ഓർത്ത് അവർ നട്ടം തിരിയുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ അവർ മോദിയെ പുകഴ്ത്തിക്കൊണ്ടിരുന്നു. അത് ഏകദേശം ഇപ്രകാരം: 2014 വരെ ഇന്ത്യ ഒരു അപരിഷ്കൃത രാജ്യമായിരുന്നു. അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ചളിക്കുണ്ടിലേക്ക് മുങ്ങിപ്പോയ ഇന്ത്യയെ നമ്മുടെ മോദിജി വരാഹരൂപം കൊണ്ട് തൻ്റെ തേറ്റകൾ കൊണ്ട് ഉയർത്തി ലോകത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന സമയമാണിത്. അങ്ങനെ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് കുതിക്കുന്ന ഇന്ത്യയെ ലോകത്തിൻ്റെ മുമ്പിൽ മോശമാക്കുന്നതിന് വേണ്ടി ഇൻഡിഗോ എന്ന വിമാന കമ്പനി ശ്രമിച്ചിരിക്കുകയാണ്. അതിൻ്റെ തിക്തഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. എല്ലാ മോദി ഭക്തരും ഇൻഡിഗോ കമ്പനിയുടെ ജോലിക്കാരുടെ മെക്കട്ടേക്ക് എല്ലാ രാജ്യസ്നേഹവും പുറത്തെടുത്തു. എന്തുകൊണ്ട് ഫ്ലൈറ്റ് മുടങ്ങി? എന്തുകൊണ്ട് ബദൽ സംവിധാനം ഉണ്ടാക്കി തന്നില്ല? ആരോടാണ് ചോദിക്കുന്നത്? മാസം 15,000 രൂപ തികച്ചു വാങ്ങാത്ത നമ്മുടെ പാവം ഇൻഡിഗോക്കാരുടെ സ്റ്റാഫ്, അവർ വേണം ഇതിന് മറുപടി പറയാൻ. അപ്പം നമുക്ക് പരിശോധിക്കാനുള്ളത് എന്താണ് ശരിക്കും ഇൻഡിഗോ എന്നാണ്. ഇൻഡിഗോ എയർലൈൻസ് നടത്തുന്നത് ഇന്റർ ഗ്ലോബ് ഗ്രൂപ്പിൻ്റെ സ്ഥാപനങ്ങളാണ്. ഇൻഡിഗോയുടെ പ്രൊമോട്ടറാണ് രാഹുൽ ഭാട്ടിയ. ഇനി ഉള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ഒരു വിവരം കൂടി നമ്മൾ വായിക്കണം. എങ്കിലാണ് റൂട്ട് ക്ലിയറായി വരികയുള്ളൂ. ഇൻഡിഗോയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളായ ഇന്റർ ഗ്ലോബ് ഏവിയേഷൻ, ഇന്റർ ഗ്ലോബ് എയർ ട്രാൻസ്പോർട്ട്, ഇന്റർ ഗ്ലോബ് റിയൽ എസ്റ്റേറ്റ് വെഞ്ചേഴ്സ് എന്നിവയെല്ലാം കൂടി ആകെ 36 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി. ഇൻഡിഗോയുടെ പ്രൊമോട്ടറായ രാഹുൽ ഭാട്ടിയ തൻ്റെ വ്യക്തിഗത ശേഷിയിൽ 20 കോടി രൂപയുടെ ബോണ്ടുകളും വാങ്ങി. അങ്ങനെ മൊത്തം 56 കോടി രൂപയുടെ ബോണ്ട് വാങ്ങി എല്ലാം BJPക്ക് പാർട്ടി ഫണ്ടിലേക്ക് കൊടുത്തു. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമല്ലോ. അങ്ങനെയാണെങ്കിൽ BJP ഇൻഡിഗോയ്ക്ക് എന്ത് പ്രത്യുപകാരമാണ് ചെയ്തത്? ഇന്ത്യയിലെ മൊത്തം വിമാന സർവീസുകളിൽ 65% നടത്താൻ അനുമതി നൽകി. അതായത് മത്സരാധിഷ്ഠിതമായ വിപണി എന്ന സങ്കല്പത്തെ അട്ടിമറിച്ചു. വിമാന മേഖലയിൽ കുത്തക അനുവദിച്ചു. ഒരു കമ്പനിക്ക് മാത്രം എല്ലാം തീരുമാനിക്കാമെന്ന സ്ഥിതിയായി. ഏത് യാത്രക്കാരനോടും നീ ഞങ്ങൾ പറയുന്നത് കേട്ട് കയറുന്നെങ്കിൽ ഇതിൽ കയറിക്കോ, ഇല്ലെങ്കിൽ മടങ്ങി പോടാ എന്ന് പറയാൻ തക്കവണ്ണം ഇൻഡിഗോ കമ്പനിയെ ഈ മോദിജി എൻ്റെ ടീം വളർത്തി. ഒരു ജനാധിപത്യ രാജ്യം. ആ രാജ്യത്ത് ഏത് മേഖലയിലും വ്യത്യസ്ത കമ്പനികൾ മത്സരിക്കണം. ആ മത്സരമാണ്, മാർക്കറ്റിലെ ആ മത്സരമാണ് നമ്മളെപ്പോലുള്ള ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നത്. ആ സമയത്ത് ഒരു കമ്പനിയുടെ 65% വിഹിതം, അതായത് ഒരു കമ്പനിക്ക് മാത്രം 65% വിഹിതം വന്നാൽ പിന്നെ അവിടെ എവിടെയാണ് മത്സരം? ഉപഭോക്താക്കളുടെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അതോടെ നഷ്ടപ്പെടുന്നു. വിലപേശാനുള്ള ശേഷിയും പോകുന്നു. BJP ആൻഡ് ടീം 56 കോടി രൂപ കൈക്കൂലി വാങ്ങി ഇങ്ങനെ വ്യോമയാന രംഗം നശിപ്പിച്ച കഥ നമ്മൾക്ക് അടുത്തറിയാൻ കഴിഞ്ഞത് ഈ വിമാന ദുരന്തം, അതായത് വിമാനങ്ങൾ മുടങ്ങിയ ഈ ദുരന്തം ഉണ്ടായതുകൊണ്ടാണ് എന്ന് മാത്രം. ഈ സമയത്താണ്
വിമാന സർവീസുകൾക്ക് ചില പുതിയ അന്താരാഷ്ട്ര നിയമങ്ങൾ വന്നത്. വിമാനത്തിലെ പൈലറ്റുമാരും എയർ ഹോസ്റ്റസുമാരും നമ്മെ കാണുമ്പോൾ നല്ലൊരു പുഞ്ചിരിയോടെയാണ് നമ്മെ വരവേൽക്കാറുള്ളത്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അവരും മനുഷ്യരാണ്, അവരും പണിയെടുത്താൽ ക്ഷീണിക്കും. ഇത് ആകാശത്ത് നടക്കുന്ന കാര്യമായതിനാൽ അവർ ക്ഷീണിക്കുന്നത് ഒരു നിസ്സാര കാര്യമല്ല. വിമാനാപകടങ്ങൾക്ക് കാരണമാകാനുള്ള പ്രധാന സാധ്യതയായി ഇവരുടെ ക്ഷീണത്തെ ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ അഥവാ ICAO വിലയിരുത്തിയിട്ടുണ്ട്. അങ്ങനെ ക്ഷീണം മൂലം അപകടം ഉണ്ടാകാതിരിക്കാൻ അവർ ചില കർശന നിയമങ്ങൾ കൊണ്ടുവന്നതിൽ പ്രധാനപ്പെട്ട 3 ഞാനിവിടെ പറയാം. ഒന്ന്, പൈലറ്റുമാർക്ക് ആഴ്ചയിൽ ലഭിക്കേണ്ട നിർബന്ധിത വിശ്രമ സമയം 48 മണിക്കൂറാക്കി. ഇപ്പം അത് 36 മണിക്കൂറാണ്. അപ്പോൾ അവർ പൈലറ്റുമാർ എടുക്കുന്ന ലീവുകൾ, ഇതിൻ്റെ ഇടയിൽ ലീവ് എടുത്താൽ പോലും ഈ 48 മണിക്കൂറുമായി അതിനെ ബന്ധിപ്പിക്കാൻ പറ്റില്ല. ലീവും വിശ്രമവുമായിരിക്കും. രണ്ടാമത്തെ പുതിയ നിയമം, അർദ്ധരാത്രി മുതൽ പുലർച്ചെ വരെയുള്ള സമയത്തെ ലാൻഡിങ്ങുകൾ ഇപ്പോൾ ആഴ്ചയിൽ 6 ചെയ്യണം. അത് ഇനി ചെയ്യാൻ പറ്റില്ല. 2 ലാൻഡിങ് മാത്രമേ ആ സമയത്ത് ചെയ്യേണ്ടതുള്ളൂ. മൂന്നാമത്തെ നിയമം, ചില വിമാനങ്ങൾ ലക്ഷ്യത്തിലെത്തുമ്പോഴേക്കും രാത്രി വളരെ വൈകിപ്പോകും. ആ സന്ദർഭങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന പൈലറ്റുമാരുടെ ജോലി സമയത്തിന് നിയന്ത്രണങ്ങൾ വേറെ കൊണ്ടുവന്നു. ഈ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത് കഴിഞ്ഞ വർഷം, അതായത് 2024 തുടക്കത്തിലായിരുന്നു. എന്നാലും പ്രായോഗിക വശങ്ങളൊക്കെ നോക്കി 2025 നവംബർ 1 മുതൽ നടപ്പാക്കിയാൽ മതി എന്ന് നിശ്ചയിച്ചു. അപ്പോൾ ഇൻഡിഗോ എന്ന കമ്പനി ന്യായമായും ചെയ്യേണ്ടത് എന്താണ്? കൂടുതൽ പൈലറ്റുകൾ വേണ്ടിവരും, കൂടുതൽ ക്രൂ വേണ്ടിവരും, അവരെ നിയമിക്കേണ്ടതുണ്ട്. എന്നാൽ ഇൻഡിഗോ എന്ന കമ്പനി ചെയ്തതെന്താണ്? അവർ ഒക്ടോബർ വരെ അവർ ചാർട്ട് ചെയ്തിരുന്നത് 14,158 വിമാന സർവീസുകളാണ് എങ്കിൽ നവംബറിൽ അവർ 15,014 വിമാനങ്ങൾ ചാർട്ട് ചെയ്തു. അങ്ങനെ വർദ്ധിപ്പിച്ചു. എന്താ അതിൻ്റെ അർത്ഥം? പൈലറ്റുമാരെ കൂട്ടി നിയമങ്ങൾ പാലിക്കേണ്ടതിന് പകരം ഉള്ള പൈലറ്റുമാരെ വെച്ച് കൂടുതൽ വിമാനങ്ങൾ ഓടിക്കാൻ നോക്കി. കൃത്യം കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ ഇൻഡിഗോയ്ക്ക് 4,551 ജോലിക്കാരാണുള്ളത്. പുതിയ നിയമം വന്നപ്പോൾ 14,518 പോലും ഓടിക്കാൻ അവർക്ക് പറ്റില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് 15,014 സർവീസുകൾ അവർ ചാർട്ട് ചെയ്തത്. എന്തൊരു ധൈര്യമാണത്! ഈ ധൈര്യം കിട്ടാനാണ് അവർ 56 കോടി രൂപ കൈക്കൂലി കൊടുത്തത്. പക്ഷെ മൊത്തം കുളമായി, സർവീസുകൾ മൊത്തം മുടങ്ങി. നമുക്ക് വിമാനയാത്രക്കാരെ പറ്റി അറിയാം, അധികം പേരും സമയം കയ്യിൽ പിടിച്ച് പോകുന്ന മനുഷ്യരാണ്. സ്വന്തം ഭാവി തീർച്ചപ്പെടുത്തുന്ന ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നവർ തൊട്ട് ഉറ്റവരുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പോകുന്നവർ വരെ അതിലുണ്ട്. അവരെയാണ് ഈ ആർത്തി പിടിച്ച വിമാന കമ്പനി വലച്ചത്. BJP എന്ന പാർട്ടി ഇലക്ട്രൽ ബോണ്ട് എന്ന പേരിൽ വാങ്ങിക്കൂട്ടിയ കൈക്കൂലിയുടെ ഒരു ആഫ്റ്റർ ഇഫക്റ്റാണ് ഇൻഡിഗോ വരുത്തി വെച്ച ദുരന്തത്തിൽ നമ്മൾ കണ്ടത്. ഇനി ഓരോന്നായി വരാനിരിക്കുന്നതേയുള്ളൂ. ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്ത വിധമുള്ള നഗ്നമായ കൈക്കൂലിയും അഴിമതിയുമാണ് ഈ മോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ മറയ്ക്കാനിട്ട പേരാണ് ഇലക്ട്രൽ ബോണ്ട്. പക്ഷേ മറ തീരെ പോരാ, അത് കീറിത്തുടങ്ങി, എല്ലാവരും കണ്ടു തുടങ്ങി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ഒരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.